ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എക്സ് എന്ന കോളം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കോളം എക്സ് വേരിയബിളും വൈ വേരിയബിളും ഇവ തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ബന്ധമാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ബന്ധമാവാം. ചിലപ്പോൾ ഈ വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെയും ഇരിക്കാം. അപ്പോൾ ഈ പോസിറ്റീവ് കോറിലേഷൻ ആവാം, നെഗറ്റീവ് കോറിലേഷൻ ആവാം, കോറിലേഷൻ ഇല്ലാതിരിക്കാം. പോസിറ്റീവ് കോറിലേഷൻ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ +1, ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ -1, അല്ലെങ്കിൽ കോറിലേഷൻ ഇല്ല എങ്കിൽ 0. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം ഒരേ ദിശയിലാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അല്ല, വ്യത്യസ്ത ദിശയിലാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതേസമയം ഒരു ബന്ധവും ഇല്ല അവ തമ്മിൽ എങ്കിൽ അവ കോറിലേഷൻ ഇല്ല എന്നാണ് സൂചിപ്പിക്കുക. 0 കോറിലേഷൻ. നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തെ കോളം അവിടെ എക്സ് എന്ന വേരിയബിളിൻ്റെ ഡാറ്റ കാണുന്നുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ മറ്റൊരു വേരിയബിൾ വൈ ആകാം, ഏത് വേണമെങ്കിലും ഇവിടെ നൺ എന്ന് കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തേത് വേറൊരു ഡാറ്റ, അത് ഇവിടെ പോസിറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നു. അത് എക്സ് വൈ ഇസഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്തായാലും നാലാമത്തെ കോളം നെഗറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നു. നമ്മളിത് ഫോർമുല ബാറിൽ ഫോർമുല ബിൽഡർ പെയിനിൽ കോറിലേഷൻ എന്നുള്ളിടത്ത് ഒന്നാമത്തെ അറേ എന്ന വിൻഡോയിൽ നോക്കുന്നു. ആ പെയിനിൽ നമ്മൾ എക്സലിൽ ആ ബോക്സിൽ അറേ 1ൽ നൺ എന്നുള്ളിടത്ത് നമ്മളൊരു കോളം സെലക്ട് ചെയ്തിട്ട് അവിടെ ഉത്തരം കണ്ടെത്താം. നമുക്ക് ആദ്യത്തെ കോളത്തിലെ സംഖ്യകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് A2 മുതൽ A21 വരെയാണ് കാണുന്നത്. A2 മുതൽ A21 വരെ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ അതിനെ ഏത് മായിട്ടാണ് കോറിലേറ്റ് ചെയ്യേണ്ടത് നോക്കുക. ഓക്കെ, നൺ എന്നുള്ള കോളത്തിലെ ഡാറ്റയുമാണ് അതും സെലക്ട് ചെയ്യുന്നു. ആ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. B2 മുതൽ B21 വരെയാണ് സെലക്ട് ചെയ്തു. ഡൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടുന്നു. ഇത് കോറിലേഷൻ ആണ്. 0.01760211 എന്ന് കിട്ടും. ഇത് നമുക്ക് കാണാം ഇവ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കോറിലേഷൻ ആണ് എന്ന് വേണമെങ്കിൽ കാണാം. 0 എന്ന് പറഞ്ഞാൽ 0 കോറിലേഷൻ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ്റെ രണ്ട് വസ്തുതകൾ നമുക്ക് നോക്കാം. പോസിറ്റീവ് എവിടെയാണ് ഉത്തരം വരേണ്ടത് അവിടെ കർസർ കൊണ്ടൊന്ന് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എക്സും വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോർമുല ബാറിൽ CORR എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. എന്നിട്ട് ഒന്നാമത്തെ റേഞ്ച് എക്സ് തന്നെയാണ്. ആദ്യത്തെ കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. 1 മുതൽ 22 മുതൽ 21 വരെയുള്ള വരികൾ. അടുത്തത് അതിനെ കണക്ട് ചെയ്യുന്നത് ഈ പോസിറ്റീവ് എന്ന കോളവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അതും സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ റേഞ്ച് അറേ 2 അതും സെലക്ട് ചെയ്യുന്നു. C2 മുതൽ C21 വരെയാണ്. ഡൺ എന്ന ബട്ടൺ താഴെയുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഉത്തരം കിട്ടി, കോറിലേഷൻ ആയി കഴിഞ്ഞു. 0.89 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 9-നടുത്ത് കോറിലേഷൻ ഉണ്ട്. 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന കോറിലേഷൻ ആണെന്ന് പറയണം. 1 ആവാൻ വളരെ നിസ്സാര വ്യത്യാസമുള്ളൂ 0.89 എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് വെരി ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ രണ്ട് ഡാറ്റകളും തമ്മിൽ, അതായത് A കോളത്തിലെയും C കോളത്തിലെയും ഡാറ്റകൾ തമ്മിൽ വളരെ അടുത്ത പോസിറ്റീവ് ബന്ധം ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തേത് നേരത്തെ ചെയ്ത പോലെ ചെയ്യണം. ഇവിടെ തന്നെ ഇപ്പം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടത്. എല്ലാ ഫോർമുലയിലും എക്സലിൽ ഈക്വൽ ടു അടിച്ചിട്ടാണല്ലോ. സോ ഈക്വൽ ടു അടിച്ചിട്ട് കോളത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഉത്തരം വേണ്ട, നെഗറ്റീവ് കോറിലേഷൻ കണ്ടുപിടിക്കുക. ഈക്വൽ ടു അടിച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. കോറിലേഷൻ എന്ന ഫംഗ്ഷൻ CORR എന്ന് അടിക്കുമ്പോൾ തന്നെ ആ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു. ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അറേ 1 തീർച്ചയായിട്ടും ഡ്രാഗ് ആൻഡ് സെലക്ട് ചെയ്യുക. അറേ 1 ഡ്രാഗ് ആൻഡ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഈസ് ടു അറേ 2 കോമ ഇട്ടിട്ട് പിന്നെ അറേ 2 ഡിഫൈൻ ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കീബോർഡിൽ അമർത്തിയാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഉത്തരം കിട്ടി. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ഇവിടെ -0.77 വളരെ ഇതായിട്ടുള്ള നെഗറ്റീവ് കോറിലേഷൻ ആണ്. 0.7 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വളരെ ലോ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. ലോ അല്ല, ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് കോറിലേഷൻ ആണ് നമുക്ക് കിട്ടിയത്. സോ ഒന്നല്ലെങ്കിൽ കോറിലേഷൻ ഈ രീതിയിൽ
പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ കോറിലേഷൻ നെഗറ്റീവ് ആകാം. ഹൈ പോസിറ്റീവ് കോറിലേഷൻ കിട്ടി, ഈ കണക്കിൽ ഹൈ നെഗറ്റീവ് കോറിലേഷൻ കിട്ടി. ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.